ഹായ് ഓൾ, അനസ്ലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചക്ക സീസണിൽ നല്ല വരിക്കച്ചക്ക പഴവും അതോടൊപ്പം റവയും ചേർത്തിട്ട് നല്ലൊരു കുമ്പളപ്പം തയ്യാറാക്കിയാലോ. നല്ല പഴുത്ത ചക്കയുടെ 10-20 പീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ആവശ്യമായിട്ട് റവയാണ്. റവയുടെ 2 ഗ്ലാസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ ഈ കുമ്പളപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ആളെന്ന് വെച്ചാൽ നമ്മുടെ വയനയില തന്നെയാണല്ലേ. നല്ല മണമുള്ള വയനയില, പലയിടങ്ങളിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ തേങ്ങ, അതിനാവശ്യമായിട്ടുള്ള അരമുറി തേങ്ങ എടുത്ത് നന്നായിട്ട് ചിരകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മധുരത്തിനായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. ശർക്കരയുടെ 2 ചെറിയ പീസ് എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിനായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ജീരകവും അതുപോലെ തന്നെ ഏലക്കയുമാണ്. ജീരകവും ഏലക്കയും നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞ് ചക്കപ്പഴം എടുത്ത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുത്ത ചക്കപ്പഴത്തിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പാൽപമായിട്ട് റവ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചിരക്കി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരയും നമ്മുടെ ഏലക്കയും ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു ലേശം ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴേക്കും ഒരല്പം പോലും വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയില്ലേ അരച്ചെടുക്കുമ്പോഴുള്ള, അപ്പം ആ ഒരു വെള്ളത്തിൻ്റെ ഇതിലാണ് നമ്മൾ ഇതൊക്കെ കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മളിവിടെ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ട കെട്ടാതെ എല്ലാ ഭാഗവും ഒരുപോലെ സോഫ്റ്റായി വരുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 5-10 മിനിറ്റോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ മാവ് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മുടെ മാവൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി കുമ്പിള് കുത്താനായിട്ട് നോക്കാം. കുമ്പിള് കുത്താനായിട്ട് പലർക്കും അറിയുമോ എന്നറിയില്ല, നല്ല രസമാണ് കേട്ടോ. അപ്പം ഈ ഇല എടുത്ത് നമുക്ക് കുമ്പിള് കുത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടെ കുമ്പിള് കുത്തി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ കുമ്പിളൊക്കെ കുത്തുന്ന കണ്ടപ്പോഴേക്കും നമ്മുടെ വാവയില്ലേ, അവൾ വന്ന് അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവക്കായിട്ട് ഒരു കുഞ്ഞി കുമ്പിളയില എടുത്തിട്ട് അതിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മളിവിടെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടിയുള്ള കുഞ്ഞി കുമ്പിള് അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പത്തിൻ്റെ കുമ്പിളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനായിട്ട് പോകാം. ഒരു അപ്പച്ചെമ്പിലോ ഒക്കെ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ആവി കയറ്റാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മുടെ ഈ അപ്പം റെഡിയായി വരുന്നതാണ്. നമ്മുടെ വയനയിലയുടെ മണവും അതുപോലെ തന്നെ ചക്കയുടെ മണവും എല്ലാം ചേർന്നിട്ട് വേകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. ഈ വയനയിലയുടെ മണവും അതുപോലെ തന്നെ ചക്കപ്പഴത്തിൻ്റെ മണവും ഒക്കെ ചേർന്നിട്ട് വേകുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞാവ ഇത് കണ്ടപാടെ ഇത് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് അവളത് കഴിക്കുന്നത്. ഇലയിൽ നിന്ന് പൊളിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഷേപ്പും കളറും ഒക്കെ കണ്ടപ്പോൾ അവൾ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾക്ക് കൊടുത്തു നോക്കിയപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്കപ്പഴവും ഇതൊക്കെ ചേർന്നിട്ട് ഒരല്പം മധുരവും സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ടല്ലോ. അപ്പം അവൾക്കും അതിഷ്ടമായി. അപ്പോൾ കുഞ്ഞു പീസസ് ആയിട്ട് ഇട്ടിട്ട് അവൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് you.